ഹലോ, നമ്മൾ നട്ട് വളർത്തി ഉണ്ടാക്കുന്ന പച്ചക്കറികളുടെയൊക്കെ ഇല, അതുപോലെ നമ്മൾ പൂച്ചെടികളുടെയൊക്കെ ഇലയൊക്കെ ഒന്ന് മുരടിച്ചു പോവുക, അതുപോലെ പുഴുക്കളുടെയും പ്രാണികളുടെയൊക്കെ ആക്രമണം ഉണ്ടാവുക. ഈ സമയത്ത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് നീം ഓയിൽ സ്പ്രേ. അപ്പോൾ അത് എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല, ഇതിന് കുറച്ച് വില കൂടുതലാണ്. ഇനി നീം ഓയിലിൻ്റെ സ്പ്രേ കിട്ടാനില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ലീഫ് ഉപയോഗിച്ചിട്ട്, നീമിൻ്റെ ലീഫ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സ്പ്രേ ഉണ്ടാക്കാം. ഇത് നല്ല എഫക്റ്റീവാണ്. അപ്പോൾ നമുക്ക് നീമിൻ്റെ ലീഫ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ സ്പ്രേ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് 1 ലിറ്റർ വെള്ളമാണ് നമുക്ക് ആവശ്യം. 1 ലിറ്റർ വെള്ളത്തിന് 1 പിടി ഇല മതി. ഒരു കയ്യിൽ 1 പിടി ഇല കിട്ടണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് ഇല മാത്രമായിട്ട് എടുക്കണം. അതെടുക്കാം. അങ്ങനെ തണ്ടൊക്കെ കളഞ്ഞ് നമ്മുടെ ഇല എടുത്തിട്ടുണ്ട്. ഇനി ഈ ഇലേനെ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഈ ഇല നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. നമ്മൾ പുതിയ മിക്സിയൊക്കെ വാങ്ങിക്കുമ്പോൾ വേണ്ടാണ്ട് ഇട്ടിരിക്കുന്ന പഴയ മിക്സി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ ഇലയ്ക്ക് നല്ല കയ്പ്പാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ജാറൊക്കെ, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ജാറൊക്കെ ആണെങ്കിൽ അത് നന്നായിട്ട് കഴുകേണ്ടി വരും. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ഉപയോഗിക്കുന്ന മിക്സി, അരിപ്പ എല്ലാനും നമ്മൾ സെപ്പറേറ്റായിട്ട് ഉള്ളതായിരിക്കും നല്ലത് കേട്ടോ. ഇങ്ങനെ ഒരു പഴയ മിക്സിയും പഴയ അരിപ്പയും പഴയ കുറച്ച് പാത്രങ്ങളും ഉണ്ടെങ്കിൽ നമുക്കത് ഇതിന് വേണ്ടിയിട്ട് മാത്രം നമുക്കപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഉപയോഗം കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് മാറ്റി വെച്ചാൽ മതി. നെക്സ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഈ സെയിം പാത്രങ്ങൾ ഉപയോഗിക്കാം. കാരണം ഇതിന് കയ്പ്പും ഒക്കെ ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് അതിൽ മൈൽഡായിട്ടുള്ള ഒന്നിൽ ബേബി ഷാമ്പു അല്ലെങ്കിൽ നമ്മൾ കൈ കഴുകാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് വാഷ് ഉണ്ടല്ലോ, അത് ഒരു 2 തുള്ളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 2 തുള്ളി മതി. കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ടാണല്ലോ നമ്മൾ ഇത് അരച്ചെടുക്കുന്ന ഇല. അപ്പോൾ നമ്മളിത് അരിച്ചെടുക്കുമ്പോൾ ഒരു കുപ്പിയുടെ ഒരു ഭാഗം ഉണ്ടാവുള്ളൂ ആ വെള്ളം. അപ്പോൾ അതിലേക്ക് നമ്മൾ സാധാരണ വെള്ളം കൂടി മിക്സ് ചെയ്ത് ഇത്ര ആക്കി എടുക്കണം. അപ്പോൾ ഒരു 1 ലിറ്ററിൻ്റെ കുപ്പി എടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു അളവ് കിട്ടും. എൻ്റെ ഈ വേപ്പും തൈയിലേ നിറച്ചും പ്രാണികളുടെയും പുഴുക്കളുടെയൊക്കെ ഉപദ്രവമായിട്ട് ഇപ്പോൾ അതേ ആകെ നശിച്ചു പോവുകയാണ്. ഇത് നല്ല രീതിയിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടു ഇപ്പോൾ നിറയെ ഇത് നശിക്കാനുള്ളൊരു പുറപ്പാടിലാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇതുണ്ടാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ചെടികളിലൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്, നല്ല റിസൾട്ടാണ്. ഇപ്പോൾ നമ്മൾ ഇത് രാവിലെയും വൈകുന്നേരവും അടിച്ചു കൊടുക്കുക, 2 നേരം. ഇതുപോലെയൊക്കെ ഇത്രയും ആക്രമണമുള്ള സമയത്തൊക്കെ 2 നേരം അടിച്ചു കൊടുക്കുക. ഉച്ചയ്ക്ക് ചെയ്യരുത്, രാവിലെയും വൈകുന്നേരം ചെയ്യുക. പിന്നെ ഇത് നമുക്ക് പച്ചക്കറികൾക്ക് മാത്രമല്ല കേട്ടോ, പൂച്ചെടികൾക്കും എല്ലാ ഇൻഡോർ പ്ലാന്റ്സിനും എല്ലാത്തിനും നമുക്ക് അടിച്ചു കൊടുക്കാം. വളരെ സേഫായിട്ടും ഉള്ളതും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സ്പ്രേ ആണ്. അപ്പോൾ നമുക്ക് നീം ഓയിൽ കിട്ടാനില്ലെങ്കിൽ നിങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനുള്ള എഫക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം.